30 ക്രൈസ്തവ നേതാക്കളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് 10 ചൈനീസ് ഉദ്യോഗസ്ഥർ ക്രൈസ്തവ നേതാക്കളുടെ വീട്ടിലെത്തുകയും കാരണം കൂടാതെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചൈന ഐഡാണ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. അതേസമയം അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിരുന്നു. ക്രിസ്ത്യൻ സഭയായ സയോൺ ചർച്ചിനോട് ബന്ധമുള്ള പാസ്റ്റർ ജിൻ മിംഗ്രി ഉൾപ്പെടെ 30 പേരെ ചൈനീസ് അധികാരികൾ കഴിഞ്ഞ വാരാന്ത്യത്തിൽ അറസ്റ്റ് ചെയ്ത സംഭവം വൻ വിവാദങ്ങൾക്കാണ് കാരണമായത്. കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി ചൈനയിൽ നടന്നതിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ അറസ്റ്റ് എന്നാണ് മാധ്യമങ്ങൾ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ജിൻ മിംഗ്രിയെ തെക്കൻ ചൈനയിലെ ഗ്വാങ്സി പ്രവിശ്യയിലെ ബെയ്ഹായ് നഗരത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വിവരശൃംഖലകളുടെ അനധികൃത ഉപയോഗം എന്ന കുറ്റം ചുമത്തി ബെയ്ഹായ് 2ാം ജയിലിൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ബീജിംഗ്, ഷാങ്ഹായ് ഉൾപ്പെടെ 10 നഗരങ്ങളിലായി പോലീസ് നടത്തിയ ഏകോപിതമായ റെയ്ഡിലൂടെയാണ് സയോൺ സഭയുമായി ബന്ധപ്പെട്ട നിരവധി പാസ്റ്റർമാരെയും അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തത്. ചിലരെ പിന്നീട് വിട്ടയച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും ഇപ്പോഴും തടവിലാണ്. അച്ഛൻ മറ്റൊരു പാസ്റ്ററുടെ അറസ്റ്റ് സംബന്ധിച്ച് പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം അയച്ചതിന് പിന്നാലെ ഞങ്ങൾക്ക് അമ്മയുമായി ബന്ധപ്പെടാനായില്ല, ഉടൻ തന്നെ അച്ഛനെയും പിടിച്ചെന്നറിയിച്ചു, അമേരിക്കയിൽ താമസിക്കുന്ന പാസ്റ്ററുടെ മകൾ ഗ്രേസ് ജിൻ ഡ്രെക്സൽ പറഞ്ഞു. 2007 ബീജിംഗിലാണ് സയൻ ചർച്ച് ആരംഭിക്കുന്നത്. ആദ്യം വെറും 20 പേർ മാത്രമുണ്ടായിരുന്ന സഭ വളരെ വേഗത്തിൽ വളർന്ന് ഇന്ന് 40ഓളം നഗരങ്ങളിലായി 10,000-ലധികം വിശ്വാസികളുള്ള വലിയ ശൃംഖലയായി മാറി. 2018 ചൈനീസ് അധികാരികൾ സഭായോഗങ്ങളിലും ആരാധനാലയങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സഭ നിരസിക്കുകയും പിന്നീട് സയൻ ചർച്ചിനെ ചൈനയിൽ നിരോധിക്കുകയും ചെയ്തിരുന്നു. ചൈനയിലെ ഭരണഘടന മതസ്വാതന്ത്ര്യത്തിന് പരിമിതമായ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും സർക്കാർ അംഗീകരിച്ച കാത്തലിക് പാട്രിയോട്ടിക് അസോസിയേഷന്റെയും 3 സെൽഫ് മൂവ്മെന്റും മാത്രമേ നിയമപരമായ സഭകളായി അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അധികാരികളുടെ വിലയിരുത്തലനുസരിച്ച് ചൈനയിൽ ഏകദേശം 38 ലക്ഷം പ്രൊട്ടസ്റ്റന്റുകളും 6 ലക്ഷം കത്തോലിക്കരുമുണ്ട്. പക്ഷേ അവയിൽ ഉൾപ്പെടാത്ത അണ്ടർഗ്രൗണ്ട് സഭകൾ വഴി ആരാധിക്കുന്ന 10,000-കണക്കിന് വിശ്വാസികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. 2018 നടപ്പാക്കിയ കർശനമായ മതനിയമങ്ങൾ, ഓൺലൈൻ പ്രസംഗങ്ങൾക്ക് സർക്കാർ അനുമതി നിർബന്ധമാകുന്ന പുതിയ നിയമങ്ങൾ തുടങ്ങിയവയിലൂടെ അധികാരികൾ നിയന്ത്രണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ അറസ്റ്റിനെ ശക്തമായി വിമർശിച്ചു. ചൈനീസ് പൗരന്മാർക്ക് മതവിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ എല്ലാ മതപ്രവർത്തനങ്ങളും നിയമാനുസൃതമായിരിക്കണം, ചൈനീസ് വിദേശകാര്യ വക്താവ് പറഞ്ഞു. ദേശീയ തലത്തിൽ നടക്കുന്ന ഏകോപിതമായ ഏറ്റവും വലിയ ക്രിസ്ത്യൻ അറസ്റ്റ് ആണിത്. ഇതോടെ കൂടുതൽ സഭകൾക്കും ഭീഷണി നേരിടേണ്ടി വരും. ക്രിസ്ത്യൻ അഭിഭാഷക സംഘടനയായ ലൂക്ക് അലയൻസ് സ്ഥാപകൻ കൊറി ജാക്സൺ പറഞ്ഞു. ഡസൻ കണക്കിന് പാസ്റ്റർമാരാണ് ചൈനീസ് അധികൃതരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാകുന്നത്. ഇത്തരത്തിൽ നിരവധി പേരെയാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2018 ശേഷം ഏറ്റവും വലിയ ക്രിസ്ത്യാനികൾക്കെതിരായ നടപടിയാണിത്. കഴിഞ്ഞയാഴ്ച ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ നാടകീയമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ചൈനയും അമേരിക്കയുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിലാണ് പാസ്റ്റർമാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. പോലീസ് 150-ലധികം വിശ്വാസികളെ ചോദ്യം ചെയ്തതായും സമീപമാസങ്ങളിൽ നേരിട്ടിട്ടുള്ള ഞായറാഴ്ച ശുശ്രൂഷകളിൽ പീഡനം വർദ്ധിപ്പിച്ചതായും അവർ കൂട്ടിച്ചേർത്തു. രാജ്യവ്യാപകമായി 30 പാസ്റ്റർമാരെയും സഭാംഗങ്ങളെയും അധികാരികൾ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് 5 പേരെ വിട്ടയച്ചു. ഏകദേശം 20 പാസ്റ്റർമാരെയും സഭാ നേതാക്കളെയും തടങ്കലിൽ വെച്ചിട്ടുണ്ടെന്നാണ് സഭ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ പോലീസുമായി ബന്ധപ്പെട്ടു, എങ്കിലും അവർ വിശദീകരണം നൽകിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.